നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം. ചെപ്പോക്കിൽ ഇന്നലെ CSK SRHനെ പൂട്ടിയത് വല്ലാത്തൊരു പൂട്ടാണ്. SRHൻ്റെ പേര് കേട്ട ബാറ്റിംഗ് നിര 150 പോലും എടുക്കാൻ പറ്റാതെ, വേണ്ട 130കൾക്ക് അപ്പുറത്തേക്ക് കടക്കാൻ പറ്റാതെ, 20 ഓവറുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ ഡ്യൂ ഉള്ള ഒരു ബാറ്റിംഗ് കണ്ടീഷനിൽ തകർന്ന് തരിപ്പണമാകുന്ന അവിശ്വസനീയമായ കാഴ്ച. അത് CSK ആരാധകർക്ക് വലിയ സന്തോഷം പകരും, വലിയ പ്രതീക്ഷ കൊടുക്കുമെങ്കിൽ SRHൻ്റെ ആരാധകർക്ക് ചെറിയ ആശങ്ക വരുന്നു. അവർ ചില മാറ്റങ്ങൾ വരുത്തേണ്ട സമയമായി എന്നുള്ളതിൻ്റെ സൂചന കൂടി അവിടെ വരുന്നുണ്ട്. എന്തായാലും ഈ ഒറ്റ വിജയം CSK നേടിയതോടുകൂടി പോയിന്റ് പട്ടികയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. 6ാം സ്ഥാനത്തുണ്ടായിരുന്ന CSK 3ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. അതോടുകൂടി അവർ ആ ഒരു ടോപ്പ് 4ലേക്ക് മടങ്ങി വരികയാണ്. ഒപ്പം ആ ഭാഗത്തുണ്ടായിരുന്ന ടീമുകളൊക്കെ താഴേക്ക് മാറിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ SRH 3ൽ നിന്ന് 4ലേക്ക് പോയിരിക്കുന്നു. ഒപ്പം തന്നെ തൊട്ടു പുറകിലുണ്ടായിരുന്ന ടീമുകൾക്ക് മാറ്റം. LSG ഇപ്പോൾ 4ൽ നിന്ന് 5ലേക്ക്, DC 5ൽ നിന്ന് 6ലേക്ക്. അങ്ങനെ ആ മിഡ് ടേബിളിൽ ഒരു വലിയ മാറ്റങ്ങൾ ഇന്നലെ ഒറ്റ കളിയോടുകൂടി സംഭവിച്ചിരിക്കുന്നു. എന്ന് മാത്രമല്ല, IPL ഇങ്ങനെ പീക്ക് ചെയ്യുന്നൊരവസ്ഥയാണ്. മെയ് മാസത്തിലെ IPL അതിൻ്റെ പീക്കിലേക്ക് എത്തുന്നു. ഇപ്പം 10 പോയിന്റുമായിട്ടുള്ള ടീമുകൾ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. 5 ടീമുകൾക്ക് 10 പോയിന്റുകളായിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങൾ വളരെ ടഫായിട്ട് മാറുന്നു എന്ന് തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എന്ന്. ഇന്നലത്തെ RCBയുടെ കളി RCB വിജയിച്ചെങ്കിലും പോയിന്റ് പട്ടികയിൽ മാറ്റമുണ്ടാക്കാൻ അവർക്ക് പറ്റിയിട്ടില്ല. കാരണം അവർ 10ാം സ്ഥാനത്ത് തന്നെ തുടരുകയാണ്. അവർക്ക് 6 പോയിന്റേ ഉള്ളൂ. MIക്കും PBKസിനും 6 പോയിന്റുകളാണെങ്കിലും അവരൊക്കെ ഓരോ കളി കുറച്ചാണ് കളിച്ചത്. അവർ 9 കളികളെ കളിച്ചുള്ളൂ. RCB 10 കളികൾ കളിച്ചിട്ടുണ്ട്. പിന്നെ RCBയേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റും അവർക്കുണ്ട്. അതുകൊണ്ട് PBKS 8ാം സ്ഥാനത്തും MI 9ാം സ്ഥാനത്തും RCB 10ാം സ്ഥാനത്തുമായിട്ട് 6 പോയിന്റും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ RCBയുടെ കളിക്ക് ശേഷം CSKയുടെ കളിക്ക് തൊട്ട് മുമ്പുള്ള പോയിന്റ് പട്ടിക നോക്കുക. CSK 6ാം സ്ഥാനത്ത്, SRH 3ാം സ്ഥാനത്ത്, 4ാമത് LSG, 5ാമത് DC, ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഏരിയ മൊത്തം ഒറ്റ റിസൾട്ടിൽ മാറിപ്പോയി. CSK 3ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തി. SRH സ്വാഭാവികമായിട്ടും 4ാം സ്ഥാനത്തേക്ക് വീണു. അപ്പോൾ പുതിയ പോയിന്റ് പട്ടിക നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ 1ാം സ്ഥാനത്ത് വിരാജിക്കുന്നത് സഞ്ജു സാംസണിൻ്റെ രാജസ്ഥാൻ റോയൽസ് തന്നെയാണ്. അവർ അവിശ്വസനീയമായ കുതിപ്പ് നടത്തുന്നു. 9 കളികളിൽ നിന്ന് 8 വിജയിച്ചിരിക്കുന്നു. 16 പോയിന്റ്. മറ്റാരും അവരുടെ തൊട്ടരികിൽ പോലുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രണ്ടാമത് ഇപ്പോൾ KKR ആണ്. 8 കളികളിൽ നിന്ന് അവർക്ക് 10 പോയിന്റ്. അതേസമയം 10 പോയിന്റ് CSKക്കും SRHനും LSGക്കും ഒപ്പം തന്നെ DCക്കും ഉണ്ട് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കളിച്ച കളികളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. KKR 8 കളികളെ കളിച്ചുള്ളൂ. അവർക്ക് 10 പോയിന്റ് ഉണ്ടെന്ന് മാത്രമല്ല +0.972 നെറ്റ് റൺ റേറ്റോടെ അവർ രണ്ടാമത് നിൽക്കുമ്പോൾ CSK ഇതാ 3ാം സ്ഥാനത്തേക്ക് കുതിച്ചെത്തിയിരിക്കുന്നു. 6ൽ നിന്ന് 3ലേക്ക് ജമ്പ് ചെയ്തിരിക്കുന്നു എന്നർത്ഥം. 9 കളികളിൽ നിന്ന് അവർക്ക് 10 പോയിന്റായി. +0.810 നെറ്റ് റൺ റേറ്റിലാണ് അവരുള്ളത്. 4ാം സ്ഥാനത്തേക്ക് വീണുപോയി SRH. 9 കളികളിൽ നിന്ന് അവർക്ക് 10 പോയിന്റ്. +0.075 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. 5ാം സ്ഥാനത്തേക്ക് മാറി ഇപ്പോൾ LSG. 9 കളികളിൽ നിന്ന് അവർക്കും 10 പോയിന്റ്. +0.059 ആണ് അവരുടെ നെറ്റ് റൺ റേറ്റ്. എങ്കിൽ DCക്കും 10 പോയിന്റ് ഉണ്ടെങ്കിലും DC ഇവരെക്കാളൊക്കെ കളിച്ചിട്ടുണ്ട്. 10 കളികൾ DC കളിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 10 കളികളിൽ നിന്നാണ് അവർക്ക് 10 പോയിന്റ്. അവരിപ്പോൾ 6ാം സ്ഥാനത്ത്. എന്തായാലും GT ഇപ്പം 10 കളികളിൽ നിന്ന് 8 പോയിന്റാണ്. അവർ 7ാം സ്ഥാനത്ത് നിൽക്കുന്നു. ബാക്കി ടീമുകളൊക്കെ 6 പോയിന്റുമായിട്ട് നിൽക്കുകയാണ്. PBKS 8ഉം MI 9ഉം RCB 10ഉം സ്ഥാനത്ത് 6 പോയിന്റോടെ നിൽക്കുന്നു. അപ്പം ഈ കാര്യം വളരെ കൃത്യമാണ്. ഇത്തവണ പ്ലേ ഓഫിലേക്കുള്ള പോരാട്ടം കനക്കുകയാണ്. 5 ടീമുകൾക്ക് 10 പോയിന്റ് എന്ന് പറയുമ്പോൾ സംഗതി നിസ്സാരമല്ല. തൊട്ടുപുറകിൽ 8 പോയിന്റുമായിട്ട് GTയുമുണ്ട്. അവിടെ ഒരു കടുത്ത പോരാട്ടം ഈ IPLന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ നടക്കുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പോരാട്ടമായിരിക്കും. അതേസമയം രാജസ്ഥാൻ റോയൽസ് വളരെ സേഫായിട്ട് പ്ലേ ഓഫ് ഏതാണ്ട് ഉറപ്പിച്ച് നിൽക്കുന്നു. വീഡിയോ സാധിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.